പത്തനംതിട്ടയിൽ CPM ഏരിയ സെക്രട്ടറി വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ സ്ഥലമാറ്റം ആവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർ. നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജാണ് സ്ഥലമാറ്റം ആവശ്യപ്പെട്ടത്. ജില്ലാ കളക്ടർക്ക് നൽകിയ അവധി അപേക്ഷയിലാണ് ആവശ്യം. വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജും CPM പത്തനംതിട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഞ്ജുവിനെ വിളിച്ച ശബ്ദരേഖ പുറത്തുവന്നു. സഞ്ജു ആണോ? അതെ, സഞ്ജു നമസ്കാരം. പുതിയ വില്ലേജ് ഓഫീസറാണ് കേട്ടോ. വില്ലേജ് ഓഫീസറാണ്. എന്റെ പേര് ജോസഫ് എന്നാണ്. പുതിയ ആളാണ്. സഞ്ജുവിന് 2022 ഒരു കെട്ടിട നികുതിയുടെ ഒരു പെൻഡിംഗ് ഉള്ളതായിട്ട് അറിയാമല്ലോ. അല്ല ഞാൻ പറയട്ടെ ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞോണ്ട്. 2022 മുതൽ ഈ 2025 വരെ സഞ്ജു അടയ്ക്കാം എന്ന് പറയാം. നിങ്ങളൊക്കെ വലിയ ആളുകളാണ്, വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരൊക്കെയാണ്. പക്ഷെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുട്ടുമടക്കി നിൽക്കാനേ പറ്റൂ, ഡെപ്യൂട്ടി കളക്ടറുടെയും ഒക്കെ മുൻപിൽ. അതുകൊണ്ട് സാഹചര്യം ഉണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് പൈസ അടയ്ക്കുക. എന്തോ? ഞാൻ എവിടുത്തുകാരനാ? ഞാൻ ഈ കേരളത്തിലുള്ള സഞ്ജു. വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ വേണ്ടി വന്നതാ. പുതിയ ആളായോണ്ട് ഞാൻ മാവേലിക്കരക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സൗഹൃദത്തിൽ മുമ്പോട്ട് പോകാം. അടയ്ക്കാനില്ല എന്ന് പറഞ്ഞ് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ്. ഓക്കെ, നടപടിയെടുക്കും. മര്യാദയ്ക്ക് സംസാരിച്ചോണം കേട്ടോ. എനിക്ക് അല്ലല്ല പ്രകോപിപ്പിച്ചത് വില്ലേജ് ഓഫീസറാണെന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. സഞ്ജുവിനെ അദ്ദേഹം വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഒരു പൊതുപ്രവർത്തകനോട് എന്നുള്ള രൂപത്തിൽ മാത്രമല്ല, സാധാരണപ്പെട്ട ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് വില്ലേജ് ഓഫീസർ പ്രവർത്തിക്കുന്നത്. അത്തരത്തിലൊരു വില്ലേജ് ഓഫീസർ കരമടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൃത്യമായിട്ട് ഞാൻ കരം അടച്ചോളാം എന്നാണ് ഏരിയ സെക്രട്ടറി ആദ്യം പറഞ്ഞത്. അതിനുശേഷം ഞാൻ അറിഞ്ഞത് നിങ്ങളൊരു പൊതുപ്രവർത്തകനാണ്, നിങ്ങളൊക്കെ നാടിന് മാതൃകയാവേണ്ട ആളാണ് എന്ന് പറഞ്ഞ് സഞ്ജുവിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. വില്ലേജ് ഓഫീസർ തന്നെ പുറത്തുവിട്ട ഓഡിയോ ആണ്. അത് പൂർണ്ണമായി കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നാരങ്ങാനം വില്ലേജ് ഓഫീസർ വകുപ്പ് തല നടപടി നേരിട്ട ആളാണെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ. അഴിമതിക്കാരനാണോ എന്നറിയാൻ അന്വേഷണം പൂർത്തിയാക്കണം. അങ്ങാടിക്കൽ വില്ലേജ് ഓഫീസർ ആയിരിക്കെയാണ് സസ്പെൻഷൻ നേരിട്ടത്. വില്ലേജ് ഓഫീസർ സ്ഥലമാറ്റത്തിന് അപേക്ഷിച്ചതായും കളക്ടർ പ്രതികരിച്ചു. അത് അദ്ദേഹത്തിനെതിരെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പബ്ലിക് തന്നെ ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് വിത്ത് പ്രൂഫ് ഒരു സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ RDO അന്വേഷിച്ചപ്പോൾ അന്നത്തെ ഉണ്ടായിരുന്ന RDOയുടെ അടുത്തും അദ്ദേഹം മോശമായ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് RDOയുടെ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. കൈക്കൂലി അത് നമുക്കിപ്പോ ഇപ്പോഴും അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ എൻക്വയറി അണ്ടർ പ്രോസസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. പ്രാഥമികമായ രീതിയിൽ സസ്പെൻഡ് ചെയ്തിരുന്നു, തെളിഞ്ഞിട്ടില്ല. അത് വിത്ത് പ്രൂഫാണ്. മറ്റേവർ അതിന്റെ അപ്പൊ അവരുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാനുണ്ട്. എടുത്ത ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ശശി നാരായണൻ ചേരുന്നു. ശശി, പലതരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വില്ലേജ് ഓഫീസർക്കെതിരെ മുൻപുള്ള പരാതികളടക്കം പുറത്തേക്ക് വരുന്നു. ആരുടെ ഭാഗത്തായിരുന്നു കുറ്റം എന്നതിൽ നമുക്ക് എന്താണ് ഇപ്പോൾ പറയാൻ കഴിയുക? അപ്പൊ നമുക്ക് ഈ OD സ്വദേശവുമായി ബന്ധപ്പെട്ട് ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ വില്ലേജ് ഓഫീസർ സംസാരിച്ചു എന്നുള്ള കാര്യം സത്യമാണ്. നമുക്ക് OD സ്വദേശം കൃത്യമായി മനസ്സിലാവും. അതിനുശേഷമാണ് CPM ഏരിയ സെക്രട്ടറി സഞ്ജുവും അത്തരത്തിൽ മറുപടിയായി പറയുന്നത്. എന്തായാലും ഈ വിവാദ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വാക്കേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നലെ രാത്രിയും ഈ ഫോൺ സന്ദേശത്തിന് ശേഷം രാത്രിയും ഭീഷണിക്കത്ത് ഈ നാരങ്ങാനം വില്ലേജ് ലഭിക്കുകയുണ്ടായി. ഒപ്പം ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം സ്ഥലം മാറ്റം വേണമെന്ന്, ഇവിടെ ജോലി ചെയ്യാൻ ഭയമാണെന്നും എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇവിടെ നിന്നും മാറണമെന്നുള്ള ആവശ്യം കൂടി കുറിച്ചുകൊണ്ട് കളക്ടർക്ക് ഇന്നലെ കത്ത് നൽകിയത്. ഏതായാലും സ്ഥലമാറ്റത്തിന് ഉള്ള കാര്യങ്ങൾ അത് തീർച്ചയായും റവന്യൂ സെക്രട്ടറിയാണ് നടപടി എടുക്കേണ്ടതെന്നാണ് കളക്ടർ പുറത്തുവിട്ടത്. അതുകൂടാതെ വകുപ്പ് തല നടപടി നേരിട്ട ആളാണ് വില്ലേജ് ഓഫീസർ എന്നും കളക്ടർ വ്യക്തമാക്കുന്നു. അഴിമതിക്കാരനാണോ എന്ന കാര്യം ഈ അന്വേഷണം പൂർത്തിയാക്കിയത് മാത്രമേ അറിയുള്ളൂ. അതേസമയം അങ്ങാടിക്കൽ വില്ലേജ് ഓഫീസർ ആയിരിക്കെ സസ്പെൻഷൻ നേരിട്ട വ്യക്തി കൂടിയാണ് വില്ലേജ് ഓഫീസർ എന്നും കളക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ആളുകളോട് മോശമായ പെരുമാറ്റം വില്ലേജ് ഓഫീസർക്കുണ്ട് എന്നുള്ള കാര്യമാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത്. RDO ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന RDOയോടും മോശമായ തരത്തിൽ വില്ലേജ് ഓഫീസർ പെരുമാറി. ഇതെല്ലാം വിലയിരുത്തിയാണ് ഇത്തരത്തിൽ
ഒരു നടപടിയിലേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് അവിടെ നിന്നുള്ള നടപടിക്ക് ശേഷമാണ് ഇപ്പോൾ നാരങ്ങാനം വില്ലേജിലേക്ക് ഈ വില്ലേജ് എത്തിയത്, ജോസഫ് ജോർജ് എത്തിയത്. അവിടെ വെച്ച് ഈ എത്തിയ ദിവസം ആണ് അദ്ദേഹം കുറച്ച് ദിവസമേ ആയുള്ളൂ. എന്തായാലും കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ടുള്ള കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് സഞ്ജുവിനെ അദ്ദേഹം വിളിക്കുന്നത്. ആ വിളിക്കുന്ന സമയത്തുള്ള ഫോൺ സന്ദേശമാണ്, ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത്. അത് എഡിറ്റ് ചെയ്ത ഓഡിയോ ആണെന്നാണ് സഞ്ജു പറഞ്ഞത്. താൻ ആദ്യം പ്രകോപനം ഒന്നുമില്ലാതെയാണ് സംസാരിച്ചത്. വില്ലേജ് പ്രവോക്കിംഗ് തരത്തിലേക്ക് ഒരു പൊതുപ്രവർത്തനാണ്, ആ ഒരു മര്യാദ പോലും കാണിക്കാതെ വളരെ മോശമായ രീതിയിൽ പ്രവോക്കിംഗ് തരത്തിലേക്ക് സംസാരിച്ചു. അപ്പോൾ താനും അത്തരത്തിൽ മറുപടി പറയേണ്ടതായി വന്നു എന്നുള്ളതാണ് സഞ്ജു വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ സ്ഥലമാറ്റം വേണമെന്നുള്ള കാര്യം ആണ് ഇപ്പോൾ വില്ലേജ് കളക്ടറോട് ആവശ്യപ്പെട്ടുള്ളത്. എന്നാൽ അധികം ഒരു അവധി അപേക്ഷ കളക്ടർ പരിഗണിച്ചിട്ടുണ്ട്. അതേസമയം സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റവന്യൂ സെക്രട്ടറിയാണ് തീരുമാനിക്കുന്നത്. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇപ്പോൾ നിലവിൽ അദ്ദേഹം അവധിയിലാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. അതിന് കളക്ടറെ വില്ലേജ് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന രീതിയിൽ ഫോൺ സന്ദേശം വന്ന് അന്വേഷിക്കാൻ വേണ്ടി കളക്ടർ തന്നെ ഈ പരാതി പോലീസിലേക്ക് നേരിട്ട് വില്ലേജിലെ പരാതി നേരിട്ട് ആറന്മുള പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ട്. റൈറ്റ്, ഹരിനാഥ് ശശിനാരായണൻ വിവരം. തിരുവനന്തപുരം